വരാൻ പോകുന്ന 2026 ഇലക്ഷനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എന്തുമാത്രമാണ് സ്വാധീനം ചെലുത്താൻ പോകുന്നത് രാഷ്ട്രീയ കേരളത്തിൽ? അത് കോൺഗ്രസിന്റെ ഒരു വിജയത്തിനെ ബാധിക്കുമോ എന്നുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും അറിയുന്നതാണ്, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ തന്നെ ഒരു യുവ ഫേസ് ആയിട്ട് അവർ മുന്നോട്ട് വെച്ചിരുന്ന ഒരാളാണ്. പാലക്കാട് പോലെ വളരെ ചലഞ്ചീവ് ആയിട്ടുള്ള ഒരു മണ്ഡലത്തിൽ കൊണ്ടു നിർത്തി പാലക്കാട്ടുകാരനല്ലായിരുന്നിട്ട് പോലും ജനങ്ങളുടെ ഇടയിൽ നിന്നും നല്ല മികച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞു. കാരണം രാഹുൽ മാങ്കൂട്ടം വളരെ ചുരുങ്ങിയ കാലയളവിലാണ് പാലക്കാട് വന്ന് തന്റെ ഇലക്ഷൻ പ്രചരണം നടത്തിയത്. ആ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ പാലക്കാടുള്ള ജനങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് സ്വാധീനം ചെലുത്താൻ സാധിച്ചു, നല്ല മികച്ച ഭൂരിപക്ഷം നേടിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇപ്പൊ നേരെ ഉണ്ടായിട്ടുള്ള അലിഗേഷൻ എന്ന് പറയുന്നത് വളരെയേറെ ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ്. അതിന്റെ പേരിൽ പലതരത്തിലുള്ള വിഷയങ്ങൾ ഇന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് തന്നെ നടക്കുന്നുണ്ട്. വിഷയങ്ങളെല്ലാം തന്നെ കേരള രാഷ്ട്രീയത്തിൽ എന്തുമാത്രം ചലനങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ സസൂക്ഷ്മം വീക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം നമുക്കറിയാം, വരാൻ പോകുന്ന 2026 ഇലക്ഷൻ വളരെ ചലഞ്ചീവ് ആയിട്ടാണ് കോൺഗ്രസ് രാഷ്ട്രീയം നോക്കുന്നത്. കാരണം അവരുടെ നിലനിൽപ്പിന്റെയും കൂടി ഒരു ഇലക്ഷനാണ് 2026 വരാൻ പോകുന്നത്. കാരണം അവരുടെ തന്നെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്രാവശ്യത്തെ ഇലക്ഷന് എനിക്ക് കോൺഗ്രസ് പാർട്ടിയെ ജയിപ്പിച്ച് കയറ്റാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന്. അത്തരത്തിൽ വളരെയേറെ ചലഞ്ചീവും അതുപോലെ തന്നെ ഒരുപാട് റിസ്ക് ഫാക്ടറും ഉള്ള ഒരു ഇലക്ഷനെയാണ് ഈ പറയുന്ന കോൺഗ്രസ് നേരിടാൻ പോകുന്നത്. ഇപ്പുറത്ത് LDFന്റെ ഭാഗത്താണെങ്കിൽ അവർ ഈ തുടർച്ചയായിട്ടുള്ള ഭരണത്തിന്റെ പിൻബലത്തോടുകൂടി അവർ പല പോക്കറ്റുകളിലും ശക്തമായ രീതിയിൽ അവരുടെ സ്വാധീനം പല നിയോജക മണ്ഡലങ്ങളിലും അവർക്ക് വ്യക്തമായിട്ടുള്ള എഡ്ജിൽ അവർക്ക് ലീഡ് നിലനിർത്താൻ അവർക്ക് സാധിക്കുമെന്നുള്ള കോൺഫിഡൻസും ഈ പറയുന്ന കോൺഗ്രസിനെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. അതിനിടയിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നിട്ടുള്ളത്. പക്ഷെ അവർ ഇപ്പോൾ ചെയ്യുന്നത് ഈ വിഷയത്തെ ഒരു രീതിയിലെങ്കിലും കെട്ടടക്കാൻ നോക്കാതെ അവരുടെ ഉള്ളിൽ തന്നെ ഒരു രാഷ്ട്രീയം നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അവരുടെ തന്നെ പല ചെറിയ നേതാക്കളും അതുപോലെ തന്നെ അവരുടെ ചില ഉയർന്ന നേതാക്കളും പലതരത്തിലുള്ള അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഒന്നുകിൽ ഈ വിഷയം അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനം അവരുടെ ഭാഗത്ത് നിന്ന് എടുക്കണം. ഇത് അവരുടെ ഇടയിൽ തന്നെ ഈ വിഷയം പിന്നെയും ചർച്ച ചെയ്യുന്നതിലൂടെ ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പോലും ജനത്തിന് മനസ്സിലാവുന്നില്ല. കാരണം അവരുടെ ഇടയിൽ തന്നെ വളരെയേറെ രണ്ട് ചേരികളായി തിരിഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. അത് പോകുന്ന നിയമസഭയിലുള്ള ആ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ എത്തണമോ എത്തണ്ടയോ എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പൊ ചർച്ച നടക്കുന്നത്. ഒരു വിഭാഗം ആളുകൾ പറയുന്നു രാഹുൽ മാങ്കൂട്ടം മാറി നിൽക്കണമെന്ന്, മറ്റൊരു വിഭാഗം പറയുന്നു രാഹുൽ മാങ്കൂട്ടം തീർച്ചയായിട്ടും നിയമസഭയിൽ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന്. ഇത് തുടർന്നു കൊണ്ട് പോകുകയാണ് എങ്കിൽ, ഇത് കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് തന്നെ ഇത് തുടർന്നു കൊണ്ട് പോകുകയാണെങ്കിൽ അവർക്കിടയിൽ തന്നെ ഒരുപാട് വിഷയങ്ങളും അവർക്കിടയിൽ തന്നെ ഒരുപാട് കല്ലുകടികളും ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യമായിട്ട് തുടരാനുള്ള കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇത് തീർച്ചയായിട്ടും ഈ രീതിയിൽ തന്നെ ഇവർ തുടർന്നു കൊണ്ടുപോയാൽ ഈ വിഷയം ഇതേ രീതിയിൽ തന്നെ ലൈവായിട്ട് നിർത്താൻ ഇടതു സംഘടനകൾക്കും അതുപോലെ തന്നെ BJPക്കും കഴിഞ്ഞാൽ ഒരു പക്ഷേ വരാൻ പോകുന്ന 2026 ഏറ്റവും വലിയൊരു വെപ്പണായിട്ട് മറ്റു കക്ഷികൾ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന വിഷയം തന്നെയായിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു വെപ്പണാണ് ഇപ്പോൾ സ്ത്രീ വിഷയങ്ങൾ. ഒരു പെൺകുട്ടി വന്ന് ഒരു നേതാവിനെതിരെ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതവും വ്യക്തി ജീവിതവും അവിടം കൊണ്ട് അവസാനിക്കുന്ന കാഴ്ചയും നമ്മൾ പലരുടെ ലൈഫിൽ നിന്നും കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു രാഷ്ട്രീയത്തിലെ എന്നല്ല പൊതുവെ എല്ലാ ഇടങ്ങളിലും ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള ഒരു വെപ്പണായിട്ട് ഉപയോഗിക്കുന്നത് ഒരു സ്ത്രീ വന്ന് ഒരു പുരുഷനെതിരെ കൊടുക്കുന്ന കംപ്ലൈൻസ് തന്നെയാണ്. ആ കംപ്ലൈൻസിന്റെ എന്താ പറയാ, അത് കേസായി, അത് പിന്നെ വാദമായി, പ്രതിവാദങ്ങളായി, അങ്ങനെ ഈ കേസിന്റെ ഒരു കാലയളവ് നമുക്കറിയാമല്ലോ ഓരോ കേസിന്റെ. ആ കേസിൽ നിന്നും ഈ പറയുന്ന വ്യക്തി മോചിതനാകുന്നത് വരെ ആ മനുഷ്യൻ ഈ കാര്യത്തിൽ വേട്ടയാടുക തന്നെ ചെയ്യും. അതിന് മോചിതനായാൽ കഴിഞ്ഞാൽ പോലും അദ്ദേഹം ഏറ്റിട്ടുള്ള കറയും ഈ സമൂഹത്തിൽ വന്ന് കിട്ടിയിട്ടുള്ള പേരുകളൊന്നും തന്നെ അത്ര പെട്ടെന്നൊന്നും പോകത്തുമില്ല. അതങ്ങനെ തന്നെ പൊതു ഇടത്തിൽ നിൽക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഒരു യുവ നേതാവായ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു നേതാവിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വിഷയം വന്ന് കയറിയിട്ടുള്ളത്. ഒരു കൂട്ടം ആളുകൾ കൈത്താങ്ങോടുകൂടി കൂടെ നിൽക്കുമ്പോൾ അതേ ഇടങ്ങളിൽ തന്നെ ഒപ്പം ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ വലിച്ച് താഴെയിടാനും ശ്രമിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ വരാൻ പോകുന്ന 2026 ഇലക്ഷൻ സമയത്ത് ഈ വിഷയത്തെ ഒന്നും കൂടി ഊതിപ്പെരിപ്പിച്ച് വലുതാക്കി കാണിക്കാൻ എന്തായാലും മറ്റു സംഘടനകൾ ശ്രമിക്കും. കാരണം ഇവിടെ എല്ലാത്തിനും പുറമെ എല്ലാ പേർക്കും വേണ്ടത് ഇവിടെ
അധികാരമാണ്. അധികാരമുണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, അവരുടെ പവർ, പണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അധികാരത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു വിഷയമാണ്. അധികാരം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ ഒരു വില കിട്ടുക എന്നുള്ള ഒരു കോൺസെപ്റ്റും ഇവർക്കിടകളിലുണ്ട്. അത് പൊളിറ്റിക്സിലായാലും മറ്റെന്ത് കാര്യത്തിലായാലും ഒരു അധികാരമുള്ളതിന്റെ ഒരു ഹുങ്ക് അത് എല്ലാവരുടെ ഇടങ്ങളിലുമുള്ള ഒരു വിഷയമാണ്. അതിനിടയിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയം നടക്കുന്നതിന്റെ ഇടയിലേക്കാണ് ആ ലോക്കപ്പ് മർദ്ദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷ്വൽസ് പുറത്തു വരുന്നത്. അതൊരു തരത്തിൽ കോൺഗ്രസ് ഇപ്പോൾ നല്ല രീതിയിൽ അത് ഉപയോഗിക്കുന്നു എന്ന് നമുക്കതിനെ പറയാൻ കഴിയില്ല. കാരണം ഒരു മനുഷ്യന്റെ 2 വർഷത്തെ ധീരമായിട്ടുള്ള നിയമപരമായിട്ടുള്ള പോരാട്ടത്തിനൊടുവിലാണ് അതിന്റെ സത്യം പുറത്തു കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം മറന്ന് നമ്മൾ എല്ലാവരും ആ മനുഷ്യനൊപ്പം തന്നെയാണ് നിൽക്കേണ്ടത്. പക്ഷെ അത് പറഞ്ഞു വെക്കുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ രാഷ്ട്രീയ കേരളത്തിലും നമ്മുടെ പൊതു ഇടത്തിലും നടന്നു വരുന്നുണ്ട്. ഇത് ആദ്യത്തെ ലോക്കപ്പ് മർദ്ദനമല്ല. ഇത് ആദ്യത്തെ ലോക്കപ്പിൽ ഉണ്ടായിട്ടുള്ള ക്രൂരതയുമല്ല. ലോക്കപ്പ് മർദ്ദനത്തിലൂടെ മരണപ്പെട്ടിട്ടുള്ളവരുടെ കാഴ്ച പോലും നമ്മൾ പൊതു ഇടത്തിൽ കണ്ടതാണ്. അത് നമ്മൾ ഒരുപാട് വാട്ടി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ നീറുന്ന വേദനയായി മുത്തങ്ങ നമ്മുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. അവിടെ നരനായാട്ടം നടത്തിയതും ഇതേ കാക്കി അണിഞ്ഞ പോലീസ് തന്നെയാണ്. അന്ന് ആരാണ് കേരളം ഭരിച്ചതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുന്നതുമാണ്. അങ്ങനെ ഇതിന്റെ ഒരു ഹിസ്റ്ററിയൊക്കെ എടുത്ത് ചെക്കഞ്ഞ് പോയി കഴിഞ്ഞാൽ 2 കക്ഷികളുടെ ഭാഗത്തും ശക്തമായ വീഴ്ചകൾ ഈ ഒരു വിഷയത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ലൈവായിട്ട് നിൽക്കുന്ന ഒരു വിഷയത്തിന്മേൽ ഇപ്പൊ ഭരിക്കുന്ന പാർട്ടികളെ ആക്രമിക്കുന്ന ഒരു സിദ്ധാന്തം, അല്ലെങ്കിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഇവന്റ് സിദ്ധാന്തം നമ്മളുടെ ഇടങ്ങളിൽ ഉള്ളത് കൊണ്ട് ഏതാണോ ലൈവ് ഇവന്റ് ആ ഇവന്റിനായിരിക്കും കൂടുതൽ അറ്റൻഷൻ കിട്ടുക, തന്നെയായിരിക്കും ഏറ്റവും ഹോട്ടായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം പറഞ്ഞപ്പോൾ ഈ ഒരു കാര്യം കൂടെ ഉന്നയിക്കാൻ കാരണം, വരാൻ പോകുന്ന 2026 ഇലക്ഷനിൽ ഈ വിഷയവും വളരെ സജീവമായി ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം തന്നെയായിരിക്കും. പിന്നെ ഞാനൊരു കാര്യം പറയുന്നു, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഇവിടുത്തെ ഇലക്ഷന് സംസാരിക്കേണ്ടത് ജനത്തിന്റെ ആവശ്യങ്ങളും ജനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ജനത്തിന്റെ പ്രയോറിറ്റികളുമാണ് ഇവിടെ ചർച്ചയിൽ കൊണ്ടുവരേണ്ടത്. രാഷ്ട്രീയ ചർച്ചയും ജനക്ഷേമ ചർച്ചയുമാണ് വേണ്ടത്. അല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ല ചർച്ച ചെയ്യേണ്ടത് എന്നുള്ള ഒരു സാധാരണക്കാരന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ എന്റെ വീഡിയോയിലൂടെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വരാൻ പോകുന്ന ചൂട് പിടിക്കുന്ന 2026 ഇലക്ഷനിൽ ഒരു ശക്തമായിട്ടുള്ള ഒരു വെപ്പണായിട്ട് തീർച്ചയായിട്ടും മറ്റു സംഘടനകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉന്നയിക്കുക തന്നെ ചെയ്യും. അത് രാഷ്ട്രീയ കേരളത്തിലും രാഷ്ട്രീയ ഇടങ്ങളിലും വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രകമ്പനമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിചലനമോ ഒക്കെ ഉണ്ടാക്കുവാനും സാധിക്കും. ഏതെങ്കിലുമൊക്കെ മണ്ഡലങ്ങളിൽ ഇതിന് വ്യക്തമായിട്ട് രീതിയിൽ അവർക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ അവിടെ കോൺഗ്രസിന് നല്ല രീതിയിലുള്ള വോട്ടിടിവുണ്ടാവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റുന്ന ഒരു വിഷയമല്ല. എന്തായാലും വരാൻ പോകുന്ന 2026 ഇലക്ഷൻ എന്ന് പറയുന്നത് വളരെ സങ്കീർണവും വളരെ ചലഞ്ചീവുമായിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് തന്നെയായിരിക്കും. രാഷ്ട്രീയ കേരളം ഒരുപാട് ചർച്ചകളും ഒരുപാട് വിഷയങ്ങളും ഇനിയും നമ്മൾ കാണും. അതിനപ്പുറം മാത്രമായിരിക്കും നമ്മൾ ഒരു ഇലക്ഷനെ ഫേസ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ജനം, ആസ് എ പീപ്പിൾ, നമ്മൾ നമ്മുടെ അവകാശം വോട്ട് അത് നമ്മൾ രേഖപ്പെടുത്തുക തന്നെ ചെയ്യണം. നമ്മൾ ആരെയാണോ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നമ്മൾ വോട്ട് ചെയ്യുക തന്നെ വേണം. അപ്പൊ എന്തായാലും മറ്റു വിഷയങ്ങളുമായി മറ്റു വീഡിയോയുമായി വരുന്നത് വരെ ഞാൻ നിങ്ങളോട് യാത്ര പറയുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.